മൺട്രോ സാഹിബിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള വരുമാനം കണ്ടെത്താൻ രാജകുടുംബം കരാറിന് നൽകിയതായിരുന്നു പണ്ട് ഈ തുരുത്തുകൾ. അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറ്റിന്റെയും തീരങ്ങൾ പങ്കിടുന്ന മൺട്രോ തുരുത്ത് നെൽകൃഷിയിലും ഫലഭൂഷണമായ തെങ്ങുകളും കയർ വ്യവസായവുമെല്ലാം സമ്പന്നമാക്കിയിരുന്നു ഒരു കാലത്ത്. കാഴ്ചയ്ക്കൊപ്പം കാറ്റിനു പോലും പ്രകൃതിയുടെ സൗന്ദര്യം പേറിയിരുന്ന മൺട്രോ തുരുത്തിന്റെ തലവിധി മാറ്റിയത് സുനാമി തിരകളായിരുന്നു. ഇന്ന് ആഗോളതാപനത്തിന്റെ കേരളത്തിലെ ആദ്യ ഇരയായി മാറുകയാണ് മനോഹരമായ ഈ ഭൂപ്രദേശം. ഭൂമിയിലേക്ക് താഴുന്ന വീടുകളിൽ നിന്ന് 400ഓളം കുടുംബങ്ങൾ നാടുപേക്ഷിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ 300-400 കുടുംബങ്ങൾ അവിടുന്ന് പലായനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ഒരു കുടുംബത്തിൽ നിന്നും ഒരംഗം കൂടി വന്നാൽ ആ കുടുംബം ഒരു 4-5 പേരുള്ള ഒരു കുടുംബമാണെങ്കിൽ കൂടി വന്നാൽ ഒരാൾ മാത്രം താമസിക്കുകയും ബാക്കി 4 പേരും വിട്ടുപോകുന്ന ഒരവസ്ഥ എല്ലാ കുടുംബങ്ങളിലും തന്നെ കാണാം. പിന്നെ പൂർണ്ണമായി വിട്ടുപോയവരാണ് ഞങ്ങൾ പറഞ്ഞ 200-300 കുടുംബങ്ങൾ. അതിലേറെ എത്രയോ പേർ വിട്ടുപോയിരിക്കുന്നു. ജനസംഖ്യ എല്ലായിടത്തും വർദ്ധിപ്പിക്കുമ്പോൾ മൺട്രോത്തിൽ മാത്രം താഴോട്ട് പോകുന്ന അവസ്ഥ നിങ്ങൾ കാണാൻ കഴിയും. കാണുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു വെള്ളം ചെളി കൊണ്ടുവരണമെങ്കിൽ തന്നെ വഴിയില്ല, ഇറക്കാനൊട്ട് സാമ്പത്തികം ഇല്ല. പിന്നെ ഇങ്ങനെ പോകുന്നെന്ന് പറയാം. ഈ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ ഏതാണ്ട് എൻ്റെ ഈ ഇളിയുടെ പൊക്കത്തിലുള്ള ഫൗണ്ടേഷൻ ആയിരുന്നു അന്ന്. ഇപ്പൊ 13 വർഷമായി ഈ പെര വെച്ചിട്ട്. അന്ന് തൊട്ട് ഇങ്ങനെ ചെളി ഇറക്കുന്നു താരുന്നു, ചെളി ഇറക്കുന്നു താരുന്നു. പിന്നെ ഇവിടെ ഒരാൾ ഇത്രയും കുളത്തിന് ഇപ്പുറമായ ഒരു വീടായതുകൊണ്ട് ഇവിടെ ഒരാൾ വന്ന് മേടിക്കത്തുമില്ല, മേടിക്കാൻ ആരും വരുന്നില്ല. അതാ സത്യം, ആരും വരുന്നില്ല. ജനിച്ചു വളർന്ന വീടും കൃഷിയുമെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഇവരുടെ പലായനം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. വേലിയേറ്റത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി തങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊല്ലം.